UDFന്റെ നിപ പ്രതിരോധ പ്രവർത്തനം പാളി എന്ന അഭിപ്രായമുണ്ടോ? നിപ കേസ് സ്ഥിരീകരിച്ചിട്ട് ഇപ്പോൾ 3 ദിവസമാകുന്നു. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബിൽ ഇത് നിപ പോസിറ്റീവാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആ പേഷ്യൻറ്റിന് റെംഡെസിവിർ ഉൾപ്പെടെയുള്ള മരുന്ന് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വളരെ ഉയർന്ന മരണനിരക്കുള്ള ഒരു രോഗമാണ് നിപ. ആഗോളതലത്തിൽ തന്നെ 90% മുകളിലാണ് മരണനിരക്ക്. ആ രോഗത്തിന് 2 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഒന്ന്, ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതും. 2, ഈ രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രതിരോധ പ്രവർത്തനം അപ്പോൾ നമ്മൾ പറയും ഈ സ്റ്റോക്ക് കുറവാണ്, ലഭ്യത കുറവാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ എബോള ചാലഞ്ച്, എബോളയുടെ വെല്ലുവിളി ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് സംസ്ഥാനം നടത്തുമ്പോൾ എബോളയ്ക്കുള്ള മരുന്നുകളിലൊന്നുകൂടിയാണ് റെംഡെസിവിർ. എന്തുകൊണ്ട് റെംഡെസിവിർ പ്രൊക്യൂർ ചെയ്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിലെന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അത് വാങ്ങിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചില്ല? ഇനി ഇതെല്ലാം പോകട്ടെ, ഇത്ര മണിക്കൂറുകളായില്ലേ? ഇത്ര മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇപ്പോൾ ഇന്നലെ അതിൻ്റെ തലേദിവസമാണ് പോസിറ്റീവാണെന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. ഇതിപ്പോൾ 4ാമത്തെ ദിവസമാണ് അല്ലേ? രോഗം കണ്ടെത്തിയിട്ട് 4ാമത്തെ ദിവസമാണ്. എന്നിട്ടും ഈ മരുന്ന് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. അതുൾപ്പെടെ നിപ്പായുടെ ഇപ്പോൾ ഇതിലൊരു പ്രത്യേകമായിട്ടൊരു കാര്യം പറയട്ടെ. ഇതിൻ്റെ ഇപ്പോൾ ഇന്നലെയും അതിൻ്റെ തലേന്നുമൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊരു പകർച്ചവ്യാധിയാണ്, ഉയർന്ന മരണനിരക്കുള്ള. ഇപ്പോൾ ഭരണത്തിലുള്ളവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നടത്തിയ പോലെയുള്ളൊരു വേട്ടയാടൽ അത് എൻ്റെ സമീപനമല്ല. പക്ഷേ ഈ ഇടതുപക്ഷ സമീപനം ഒറ്റക്കെട്ടായിട്ട് ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള ആഹ്വാനമാണ് ഇന്നലെയും അതിൻ്റെ തലേദിവസമൊക്കെ നടത്തിയത്. പക്ഷേ ഇത്തരത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. അത് ചെയ്യുമെന്ന് കരുതുന്നവർ ചെയ്യാതെ ഇരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ അത് വളരെ കുറ്റകരമായിട്ടുള്ളൊരു അനാസ്ഥയായിട്ടാണ് അതിനെ കാണാനായിട്ട് കഴിയുക. അതിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾക്ക് നിപ കേസ് റിപ്പോർട്ട് ചെയ്താൽ ഉടൻ തന്നെ അവിടേക്ക് പോകും. അവിടെ പോയി അതിൻ്റെ ടീമുകൾ കോർഡിനേറ്റ് ചെയ്യും, ടീം ലീഡേഴ്സ് ഉണ്ടാകും, അവരുമായിട്ട് സംസാരിക്കും. കോൺടാക്ട് ട്രേസിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ ഒരു കേസിൽ ഒരു സൂപ്പർ സ്പ്രെഡൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അത് നമ്മളല്ല പറയേണ്ടത്, ഡോക്ടേഴ്സാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ നാളെ കോഴിക്കോട്ടേക്ക് പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓരോരുത്തരുടെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബിൽ തന്നെ, മൈക്രോബയോളജി ലാബിൽ തന്നെ ഇത് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ ആ നിമിഷം തന്നെ എവിടെയാണെന്നാലും തിരുവനന്തപുരത്താണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും അവിടേക്ക് പോകുന്നൊരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അവിടെ പോയി എല്ലാവരും ആദ്യത്തെ മീറ്റിംഗ് അടിയന്തരമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ വിളിച്ചു ചേർക്കും. അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഡയറക്ടേഴ്സും DHSും DMEയും അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മലപ്പുറത്തെയും ഒക്കെ ആളുകളും എല്ലാം ചേർന്നിട്ടുള്ള മീറ്റിംഗ് എടുക്കും. ദൂരെയുള്ളവർ ഓൺലൈനായിട്ട് ചേരും. പിന്നെ ഉടനെ കോഴിക്കോടേക്ക് പോകും. കാരണം ഇവർക്കൊരു ധാർമ്മികമായിട്ടുള്ള പിന്തുണ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഫീൽഡ് ആക്ടിവിറ്റിയും വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശോധനകൾ നടത്തുക, കോൺടാക്ട് ട്രേസിംഗ് നടത്തുക, അതിൽ കൃത്യമായി ഒരാളും വിട്ടുപോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക. ഇനി ആരെങ്കിലും കോൺടാക്റ്റിൽ ഉള്ളവർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുക. നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട്, അതാണ് ഒരു ശാസ്ത്രീയ അടിത്തറയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തന രീതിയും പ്രോട്ടോക്കോളും ഗൈഡ് ലൈനുമാണ് നമുക്കുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എങ്ങനെയാണെങ്കിലും ഒറ്റ കാര്യമേ മാത്രമേ പറയുള്ളൂ. പൊതുസമൂഹത്തിൻ്റെ നിന്നുകൊണ്ട് പറയുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന നിലയിൽ, ജനങ്ങളെ ഭയപ്പെടുത്തുന്ന നിലയിലുള്ള അലംഭാവങ്ങൾ ഉണ്ടാകാനായിട്ട് പാടില്ല. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം, രോഗപ്രതിരോധം ഉണ്ടാകണം. പരമാവധി ഇപ്പോൾ മോണോക്ലോണൽ ആൻറ്റിബോഡി ഉൾപ്പെടെ നൽകിക്കൊണ്ട് ആ പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഉണ്ടാകണം. ഇത്ര മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞിട്ടും അത് സാധിക്കാതെ, റെംഡെസിവിർ ഉൾപ്പെടെയുള്ള മെഡിസിൻ എത്തിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് അത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയായിട്ടേ കാണാൻ കഴിയുള്ളൂ.